ആറന്മുളയിലേക്ക് പോയാൽ അവിടെ ജലഘോഷയാത്ര തുടങ്ങി എന്നുള്ള ഏറ്റവും പുതിയ വിവരം വരികയാണ്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, തുടങ്ങിയോ ജലഘോഷയാത്ര? അതേ രേഷ്മ, ജലഘോഷയാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വർണ്ണാഭമായ ആവേശകരമായ ഈ ആറന്മുളയുടെ എല്ലാവിധമായിട്ടുള്ള ആവേശോജ്വലവും ഏറ്റുവാങ്ങിക്കൊണ്ട് ജലഘോഷയാത്ര ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 4 പള്ളിയോടങ്ങൾ വീതമാണ് ജലഘോഷയാത്രയിൽ ഒരു വരിയായി പോകുന്നത്. അതിന് പിന്നാലെ അടുത്ത 4 പള്ളിയോടങ്ങൾ വരും. അങ്ങനെ 52 പള്ളിയോടങ്ങളും 52 കരക്കാരാണ് ആറന്മുളയെ ചുറ്റിയുള്ള 52 കരക്കാരും പങ്കെടുക്കുന്ന 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ജലഘോഷയാത്ര ഇവിടെ വർണ്ണാഭമായി ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ജലഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. നമുക്കിതിന്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, ഈ ഉത്രാട നാളിൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണ തോണി പുറപ്പെടും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഈ പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്രയ്ക്ക് ആറന്മുളയിൽ നിന്ന് പറയാനുള്ളത്. അത്തരത്തിൽ തിരുവോണ തോണിയിലേറി വന്നിരുന്ന ഭട്ടതിരിയെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുന്നു. അതിനെ ചെറുക്കാനായിട്ട് ഈ കെട്ടുവള്ളങ്ങളിൽ ആറന്മുളയെ വന്ന് ഈ തിരുവോണ തോണിയെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ ഐതിഹ്യവും അല്ലെങ്കിൽ അത് എത്തരത്തിലായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് ചരിത്രത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ആറന്മുളയിൽ തിരുവോണത്തിന് ശേഷം ഉത്രട്ടാതി ദിനത്തിൽ നടത്തിവരുന്ന ജലഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠാ ദിനം, നമുക്കറിയാവുന്ന പോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠാ ദിനമായ ഉത്രട്ടാതി നാളിൽ ആരംഭിച്ച ജലഘോഷയാത്ര പിന്നീട് 1972 അതൊരു മത്സര വള്ളംകളി കൂടിയായിട്ട് പുരോഗമിച്ചത്. അപ്പോൾ അവർക്ക് വളരെയേറെ പ്രാധാന്യമുള്ളത് ഈ ജലഘോഷയാത്ര തന്നെയാണ്. ആ ജലഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആറന്മുള സത്രക്കടവിൽ നിന്നും പരപ്പുഴക്കടവ് വരെയാണ് ഈ ജലഘോഷയാത്ര നടക്കുക. ഇവിടെ സത്രക്കടവിൽ നിന്നും ആരംഭിച്ച് പരപ്പുഴക്കടവ് വരെ ഏകദേശം 800-850 മീറ്റർ അടുത്ത ദൂരമുണ്ട്. ഇവർ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ഓരോ വള്ളത്തിലെയും തുഴയുന്ന ആൾക്കാർ, അതത് കരയിലെ തന്നെ ആളുകളാണ്, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആളുകളല്ല. എന്താ പറയുക, നമുക്ക് ട്രെയിനിങ് കിട്ടിയ ആളുകളോ മറ്റൊന്നും തന്നെയല്ല. ഈ കരകളിലുള്ളവർ തന്നെയാണ് ഈ വള്ളം തുഴയുന്നത്. അവർ വള്ളം തുഴഞ്ഞ് വഞ്ചിപ്പാട്ടിന്റെ ആവേശത്തോടു കൂടിയിട്ട് വഞ്ചിപ്പാട്ട് പാടി ഓരോ വള്ളത്തിലെയും തുഴയലുകാർ വഞ്ചിപ്പാട്ട് പാടി ആവേശത്തോടു കൂടിയിട്ട് ഈ ജലഘോഷയാത്ര കടന്നുപോകും. പരപ്പുഴക്കടവ് വരെ കടന്നുപോകും. അതിനുശേഷം 52 പള്ളിയോടങ്ങളും അവിടെ എത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് മത്സര വള്ളംകളി തുടങ്ങുക. പരപ്പുഴക്കടവിൽ നിന്ന് തിരിച്ച് സത്രക്കടവ് വരെയാണ് വള്ളംകളി നടക്കുക. ഉച്ചതിരിഞ്ഞ് 3 മണിയോട് കൂടി തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രേഷ്മ, പരപ്പിൽ ആവേശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജലഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു. മത്സര വള്ളംകളി അല്പസമയത്തിനകം തുടങ്ങുമെന്നുള്ള വിവരമാണ് നിതിൻ പങ്കുവയ്ക്കുന്നത്. നിതിൻ, ഈ 52 പള്ളിയോടങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എപ്പോഴായിരിക്കും മത്സരം ആരംഭിക്കുക? എന്നോടൊപ്പം ജോളി എതിരെ ചെമ്പക്കുളം സംസ്കാരത്തിന്റെയും സാമൂഹ്യബന്ധത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ ഏറ്റുപാടുന്ന മഹത്തായ പാരമ്പര്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് 1200-ാം ആണ്ട് മലയാള മാസത്തിലെ ഈ വർഷത്തെ ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവം അരങ്ങേറുന്നത്. ഒരുപക്ഷെ ആറന്മുള നിവാസികളുടെ 54ഓളം പള്ളിയോടങ്ങളുള്ള ഈ പ്രദേശത്തെ ആണ്ടുപിറപ്പും 1-ാം തീയതിയും വിഷുവും വിഷുക്കൈനീട്ടവും അതുപോലെ ഓണവും ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നത് ഈ ആറന്മുള നിവാസികൾ ഒന്നാണ്. ചരിത്രമെത്രയോ കഥ പറയുന്നു, ചരിത്രമെത്രയോ സാമൂഹ്യ ബന്ധത്തിന്റെ കഥ പറയുന്നു, ചരിത്രമെത്രയോ നാടുകളിലായി ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റുപാടുന്ന മഹത്തായ പാരമ്പര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നു. വള്ളംകളി ആവേശത്തിലാണ് ആറന്മുള. 3 മണിയോടെ മത്സര വള്ളംകളി ആരംഭിക്കും. ഇപ്പോൾ ജലഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിൻ, ഈ മത്സര വള്ളംകളി എപ്പോൾ തുടങ്ങും?
രേഷ്മ, മത്സര വള്ളംകളി 3 മണിയോട് കൂടിയിട്ട് ആരംഭിക്കണമെന്നാണ് റേസിംഗ് കമ്മിറ്റി നമ്മളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 3 മണിയോട് കൂടിയിട്ട് തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സമയം 2:15 ജലഘോഷയാത്ര ആരംഭിച്ചു. ഈ ജലഘോഷയാത്ര ഒരിക്കൽ അവിടെ ചെന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മത്സര വള്ളംകളി ആരംഭിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് മത്സര വള്ളംകളിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക. ഇവിടെ നമുക്ക് പിന്നിലുള്ള സ്റ്റേജിൽ വെച്ചിട്ട് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. അതോടുകൂടിയിട്ട് പരപ്പുഴക്കടവിൽ നിന്നും മത്സര വള്ളംകളി 3 മണിയോട് കൂടിയിട്ട് ആരംഭിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ 4 വള്ളങ്ങൾ വെച്ച് പോകുന്ന വള്ളങ്ങൾ പരപ്പുഴക്കടവിൽ എത്തിയതിനു ശേഷം ഈ ജലഘോഷയാത്രയായി അവിടെ എത്തിയതിനു ശേഷം വീണ്ടും A-B ബാച്ചുകളിലായി വേർതിരിച്ചാണ് 2 മത്സരങ്ങൾ നടത്തുക. A ബാച്ചിൽ നീളം കൂടിയ പള്ളിയോടങ്ങളും B ബാച്ചിൽ നീളം കുറഞ്ഞ പള്ളിയോടങ്ങളുമായിരിക്കും. അപ്പോൾ A ബാച്ചിൽ 35 പള്ളിയോടങ്ങളും B ബാച്ചിൽ 17 പള്ളിയോടങ്ങളുമാണ് ഉള്ളത്. അത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചും 4 വള്ളങ്ങളുടെ ബീറ്റ്സ് ആയിരിക്കും ആദ്യം നടക്കുക. അത്തരത്തിൽ നടന്നതിന് ശേഷം ഇത്തവണ ഒരു പുതുമയുള്ളത് എന്തെന്ന് വെച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളി പോലെ വേഗത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ആദ്യം എത്തുന്നവരെ വെച്ചിട്ട് സെമി ഫൈനൽ നടത്തി അതിനുശേഷമായിരുന്നു ഫൈനൽ നടത്തുക. എന്നാൽ ഇപ്രാവശ്യം ബീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം നേരിട്ട് ഫൈനൽ നടത്താനുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗാടിസ്ഥാനത്തിൽ 4 പേര് വെച്ചാണ് മത്സരിക്കുന്നതെങ്കിലും ഈ 52 പേരിൽ നിന്നും അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന മത്സര വള്ളംകളിയും അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ ജലഘോഷയാത്ര നടക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ആറന്മുള ഉള്ളത്.